KTU 2019 സ്കീം S7 മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1 തിയറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ബെൽ കോളമൻ സൈക്കിൾ. പ്രോബ്ലം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാണ്. 4 പ്രോസസ്സാണുള്ളത്: ഐസെൻട്രോപിക് കംപ്രഷൻ, കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ അവിടെ 2 to 3 എന്നുള്ള പ്രോസസ്സിലാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യണത്. അതിൻ്റെ ഇക്വേഷൻ CP T2 - T3. അതുപോലെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് 1 to 4 ആണ്. അപ്പോൾ CP T1 - T4. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് വെച്ചാൽ QR - QA ആണ്. അവിടുന്ന് വർക്ക് ഡൺ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. COP എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ബൈ വർക്ക് ഡൺ. അതിനകത്തേക്ക് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് COPയുടെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ 1 to 2 ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അതുപോലെ തന്നെ 3 to 4 ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് T2/T1 P2/P1 ഗാമ -1 ഗാമ എന്നും T3/T4 P3/P4 ഗാമ -1 ഗാമ എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് 2 to 3 അതുപോലെ തന്നെ 1 to 4 കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ട് അതിൽ നമുക്ക് P2 P3 എന്നും P1 P4 എന്നും എഴുതാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ റേഷ്യോസ് എല്ലാം നമ്മൾ മുകളിൽ ഇക്വേഷനിലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തേക്കുന്ന ഇക്വേഷനാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 മാർക്സിനൊക്കെ ആണെങ്കിൽ അത്ര എഴുതിയാൽ മതി. കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി അതിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ പഠിച്ചതാണ്, കംപ്രസറിൻ്റെ എക്സ്പാൻഡറിൻ്റെയും. ആ 2 ഇക്വേഷൻ എഴുതി വെച്ചിട്ട് അതിൻ്റെ ഡിഫറൻസാണ് ടോട്ടൽ വർക്ക് ഡൺ എഴുതുക. എന്നിട്ട് COPയിൽ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ വയ്ക്കുക, ഡിനോമിനേറ്ററിൽ നമ്മൾ ഈ വർക്ക് ഡൺ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ആറും ഗാമയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് COPയുടെ ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ ഡെറിവേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. അടുത്തായിട്ട് നമ്മൾ ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും അതുപോലെ തന്നെ ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഒരു ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും ഉണ്ടാകും. ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വർക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്ന ഡിവൈസിനാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു വർക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഫ്രിജറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഹീറ്റ് പമ്പിൽ നടക്കണത്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ ഹീറ്റ് അബ്സോർബ് ചെയ്യാനാണ് ഉപയോഗിക്കണമെങ്കിൽ ഹീറ്റ് പമ്പ് ഹീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് T2 ഹോട്ട് ബോഡിയിലാണ്, റെഫ്രിജറേറ്ററിലെ ഔട്ട്പുട്ട് കോൾഡ് ബോഡിയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻസ് നമ്മൾ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കുക. ഇതൊരു 3 മാർക്സിന് ചോദിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ്. ഇപ്പോൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ 2 ഐസെൻട്രോപിക് പ്രോസസ്സും അതുപോലെ 2 ഐസോതെർമൽ പ്രോസസ്സാണ് ഉള്ളത്. നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് 2 to 3 ഹീറ്റ് റിജക്റ്റഡും 1 to 4 ഹീറ്റ് അബ്സോർബറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ TS ഡയഗ്രത്തിൻ്റെ അണ്ടറിലുള്ള ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹീറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഏരിയ അണ്ടർ ദ ലൈൻ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ Q/W എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് COP T1/T2 - T1 എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് എയർ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് പോകാം. റീജനറേറ്റീവ് എയർ കൂളിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഓൾറെഡി നമുക്ക് അറിയാം, നമ്മുടെ ക്ലാസ്സിലെ പ്രോബ്ലമൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിൽ പോകുന്നില്ല. 5 മാർക്കിനൊക്കെയാണ് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ ഈ 2 ഫിഗർ വരച്ചിട്ട് നമ്മുടെ ഓൺ വേർഡ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സുകൾ എഴുതി വെച്ചാൽ മതി. അടുത്ത റെഡ്യൂസ്ഡ് ആംബിയൻറ്റ്. ഇതിനകത്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടർബൈൻ ഉണ്ട്, 2 കൂളിംഗ് ടർബൈൻ ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ, കംപ്രസർ, ബാക്കിയുള്ള വർക്കിംഗ് അതുപോലെ തന്നെ. അപ്പോൾ ആ ഒരു 2 വ്യത്യാസങ്ങൾ മറ്റേതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ക്ലാസ്സിൽ ബൂട്ട് സ്ട്രാപ്പ് പഠിച്ചില്ലേ, അതിൻ്റെ വർക്കിംഗ് തന്നെ വെച്ചിട്ട് ചെയ്താൽ അതിനുള്ള വ്യത്യാസം 2 ടർബൈൻ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കംപ്രസർ, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ, ഒരു ടർബൈൻ, അത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയും വർക്കിംഗ് കൂടി ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ നമുക്ക് കാർനോട്ടിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. കാർനോട്ട് സൈക്കിൾ ഒരു ഐഡിയൽ സൈക്കിളാണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ അതിന് ലിമിറ്റേഷനായിട്ട് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സ് ഹൈ സ്പീഡും ഐസോതെർമൽ സ്ലോ പ്രോസസ്സ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഔട്ട്ലെറ്റിലുള്ള കൂളിംഗ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമ്മുടെ COP ഭയങ്കര ഹൈ ആയിരിക്കും എന്നാണ് പറയണത്. അതാണ് COP ഓഫ് വിൻ്റർ ഈസ് ഗ്രേറ്റർ ദാൻ COP ഓഫ് സമ്മർ നമ്മൾ എഴുതി വെച്ചേക്കണേ. അതുപോലെ സൈക്കിളിലെ ലോവർ ടെമ്പറേച്ചർ നമ്മൾ ഹൈ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ COP ഹൈ ആയിരിക്കും. അതാണ് COP ഓഫ് AC ഈസ് ഗ്രേറ്റർ ദാൻ COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് എഴുതി വെച്ചാണ്. ഇനി റെഫ്രിജറേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷനാണ് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുക, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ താഴ്ത്തുക, അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യുക, അതിനെയാണ് നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ് നാച്ചുറൽ റെഫ്രിജറേഷൻ.
നമ്മളൊരു വർക്ക് കൊടുത്തിട്ട് ആർട്ടിഫിഷ്യലി ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ. ഇപ്പോൾ ഒരു ടൺ ഐസ് നമ്മളൊരു റൂമിൽ വെച്ചിട്ട് 24 hours കൊണ്ട് അതിനെ മെൽറ്റ് ചെയ്യിച്ച് 0 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ആ പ്രോസസ്സ് നടത്തുന്നത്, അതിനെയാണ് നമ്മൾ 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 കിലോഗ്രാമാണ്. ഒരു കിലോഗ്രാം ഐസ് 335 kJ per kilogram ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് മെൽറ്റ് ആവുക. അപ്പോൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഹീറ്റ് കിട്ടും. അടിയിൽ നമ്മൾ ടൈം 24/60 എന്ന് കൊടുക്കും. നമുക്ക് 232 എന്നൊരു വാല്യൂ കിട്ടാൻ. പിന്നെ നമ്മൾ കുറേ എററുകളൊക്കെ കളഞ്ഞിട്ട് 1 ton എന്ന് വെച്ച് 210 റൗണ്ട് ഓഫ് ആണ് ചെയ്യണത്. അതുപോലെ തന്നെ 3.5 kilowatt എന്നും പറയാം. പിന്നെ COP ആണ്. COP എന്ന് പറയുമ്പോൾ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്തു, അതിനുവേണ്ടി നമ്മൾ എത്ര വർക്ക് കൊടുത്തു, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് COP. അപ്പോൾ ഈ ഡെഫിനിഷൻസൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക.